പത്തോളത്തെ പറഞ്ഞു എന്നോട് ഇങ്ങനെ പോയെന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അച്ഛന് സുഖമല്ല, കാട്ടുപോത്ത് കുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ വേഗം വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞു. അത് കഴിഞ്ഞൊരു ഞങ്ങൾ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പേരപ്പൻ വിളിച്ച് വീണ്ടും ചോദിച്ചു ഫോട്ടോ അയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കക്കയം ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. അച്ഛൻ മരിച്ചു പോയി എന്നുള്ള മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. അങ്ങ് മലമുകളിൽ ഇവിടുത്തെ കക്കയം പള്ളിയിലെ മണിയടിക്കുന്നത് അവറാൻചേട്ടന് കേൾക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അവറാൻചേട്ടൻ ഉദ്ദേശിച്ചിരുന്നത്. സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ബോണി ജേക്കബ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കക്കയത്ത് കഴിഞ്ഞ 5-ാം തീയതി കാട്ടുപോത്തിനാൽ 70 വയസ്സോളം പ്രായമുള്ള പാലാട്ടിയിൽ അവറാൻചേട്ടൻ മരണപ്പെട്ട ദാരുണമായ സംഭവം പത്രമാധ്യമങ്ങളിലൂടെ അറിയുകയുണ്ടായി. ആ ഭവനത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഈ ഭവനത്തിൽ പ്രിയപ്പെട്ട അവറാൻചേട്ടൻ്റെ ഭാര്യയും ഇളയ മകനും താമസിക്കുന്നു. ഇതുവരെയും മരണത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് അവർ വിട്ടുമാറിയിട്ടില്ല. ഈ മലയോര പ്രദേശത്ത് വ്യാപകമായ വന്യജീവി ആക്രമണത്താൽ വധിക്കപ്പെടുന്ന നൂറുകണക്കിൽ ഒരാളായി മാത്രം അവറാൻചേട്ടൻ ചരിത്ര പുസ്തകത്തിൽ മാറിപ്പോകരുതെന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ട അവറാൻചേട്ടൻ്റെ ഭാര്യയോടും മകനോടും നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ട അവറാൻചേട്ടൻ്റെ ഭാര്യ ത്രേസ്യാമ്മ ചേട്ടത്തി നമ്മോട് അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ വിവരിക്കുകയാണ്. അന്ന് മലയ്ക്ക് പോയി. അന്ന് തലേദിവസം പോയിട്ട് തിരിച്ചു വന്നായിരുന്നു. രാവിലെ 7 മണിക്ക് പോയി, ഉച്ചയ്ക്ക് തിരിച്ചു വന്നു. 3 മണിയായപ്പം എന്നോട് ചോദിച്ചു ചോറ് തിന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചോറ് തിന്നെന്ന് പറഞ്ഞു. കുളിക്കാൻ വെള്ളം വെക്കട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒന്നാമത് ചൂടല്ലേ എന്ന് ചോദിച്ചു. എന്നും പറഞ്ഞിട്ട് പിറ്റേ ദിവസം തലേദിവസം പോയിട്ട് അന്ന് വന്നു. പിറ്റേ ദിവസം പോയിട്ട് വന്നില്ല. ഞാൻ ചോദിച്ചു ലീല ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇവിടെ വന്നായിരുന്നു, മൂത്തേണ്ട ചേച്ചി. ഞാൻ ചോദിച്ചു എന്നാ ചേച്ചി ചോദിച്ചു. ഓടി വരുന്നുണ്ട്. അപ്പം ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി ഒന്നും എന്നോട് പറഞ്ഞില്ല. എനിക്ക് സ്റ്റോക്കുള്ളത് കൊണ്ട് ഒന്നും പറഞ്ഞില്ല, പറയാൻ കിട്ടുന്നില്ല. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. എന്നെ ലീല ചേച്ചി ചേട്ടൻ്റെ വീട്ടിലേക്ക് മൂത്ത ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അച്ഛനൊക്കെ വന്നപ്പോൾ വഴക്ക് പറഞ്ഞു. എന്നോട് പത്തോളത്തേനാണ് പറഞ്ഞത്. പത്തോളത്താണ് പറഞ്ഞു എന്നോട് ഇങ്ങനെ പോയെന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അമ്മച്ചി, അവിടെ നമ്മൾ എത്ര കാലമായിട്ട് താമസം ഉണ്ടായിരുന്നു? 40-42 കൊല്ലമായി ഞങ്ങൾ താമസം തുടങ്ങിയിട്ട്. അവിടെ എന്തൊക്കെ കൃഷികളായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങൾ കവുങ്ങുണ്ടായിരുന്നു, കൊക്കയുണ്ട്, കൊടിയുണ്ട്. അവറാൻചേട്ടൻ എല്ലാ ദിവസവും അങ്ങോട്ട് ആ സ്ഥലത്ത് ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുകയല്ല. എടി പോയില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഈ കാട്ടുപോത്തൊക്കെ വരുന്ന ഒരു സ്ഥലമാണോ അവിടെ? ഇങ്ങോട്ട് പോകുന്നേ പിന്നെ കാട്ടുപോത്തൊക്കെ വന്നേ. ആന കാർന്നേക്കാൻ മുകളിലത്തെ റോട്ടിൽ നിന്ന് കാർന്ന് കേട്ടിട്ടുണ്ട്. അന്നേരം പിള്ളേർ കാറും. ഇപ്പം കരയായിരുന്നു നമുക്കോട് നിൽക്കേണ്ട മമ്മി, നമുക്ക് താഴോട്ട് പോകാമെന്ന്. അമ്മച്ചി, നിങ്ങൾ കക്കയത്ത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ അപകടം ഉണ്ടായ സ്ഥലത്ത് അവിടെ താമസിക്കുന്നത് ഒരു 10-40 കൊല്ലം മുമ്പാണ് നിങ്ങൾ പറഞ്ഞു അവിടെ താമസിച്ച് തുടങ്ങിയത്. അവിടെ മാരകമായ വിഷ ഉള്ള പാമ്പുകളും അതുപോലെ മറ്റ് വന്യമൃഗശല്യമൊക്കെ ആദ്യ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴാണ് മൃഗശല്യം കൂടിയത്. അന്ന് അത്ര ഇല്ലായിരുന്നു. ഇപ്പോൾ അത്രയും വന്യശല്യം തോന്നിയത് അവിടെ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് ഇവരെല്ലാത്തിനെയും കൊണ്ടുവന്ന് ഉള്ളിൽ കൊണ്ടുവിടുമല്ലേ. കുരങ്ങന്മാരെയും പാമ്പുകളെല്ലാം കൊണ്ടുവിടുക, ചാക്കുംപടിയെ കൊണ്ടുവിടുമല്ലേ. ഇപ്പോഴാണ് പന്നി ശല്യം ഭയങ്കര ശല്യം, കുരങ്ങന്മാരെയൊക്കെ ഭയങ്കര ശല്യം. ഇപ്പോൾ അന്നും പന്നി ശല്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കൂടുതലും പന്നി ശല്യം. അന്ന് അത്രയും ഇല്ലായിരുന്നു. എന്നോട് പേരപ്പൻ്റെ മോനാണ് വിളിച്ച് പറയുന്നത്. അപ്പം ഞാൻ ബാംഗ്ലൂരായിരുന്നു, താൽക്കാലികമായിട്ട് കുക്കിങ്ങിൻ്റെ പണിക്ക് പോയതാണ്. അപ്പം പേരപ്പൻ പറഞ്ഞു അച്ഛന് സുഖമല്ല, കാട്ടുപോത്ത് കുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ വേഗം വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞു. അത് കഴിഞ്ഞൊരു 8 മിനിറ്റ് കഴിഞ്ഞപ്പം പറഞ്ഞു അച്ഛന് സീരിയസ് ആണ്, വണ്ടിയിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. അത് കഴിഞ്ഞൊരു ഞങ്ങൾ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പേരപ്പൻ വിളിച്ച് വീണ്ടും ചോദിച്ചു ഫോട്ടോ അയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കക്കയം ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. അച്ഛൻ മരിച്ചു പോയി എന്നുള്ള മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. ചാച്ചൻ എല്ലാ ദിവസവും അവിടെ ആ പറമ്പിൽ പോകുമായിരുന്നോ? രാവിലെ ഞാനിവിടെ ഇല്ലെങ്കിൽ അപ്പം 4-4:30 ആകുമ്പോഴേക്കും അമ്മയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് എന്തൊക്കെ വേണോ അതെല്ലാം റെഡിയാക്കി ഇവിടുന്ന് 6:30-6:45 പോകും. വീട്ടിൽ ചെല്ലുന്ന വെച്ചാൽ 6:30-6:45 കുരങ്ങ് വരും. രാവിലെ കുരങ്ങ് വരും. കുരങ്ങ് വന്നു കഴിഞ്ഞാൽ കൊക്ക ഒരു കാ പോലും കൂട്ടില്ല. പിന്നെ ഒരു സൈഡിൽ നിന്ന് കുരങ്ങിന് ഓടിക്കുമ്പോൾ മറു സൈഡിൽ വീണ്ടും കുരങ്ങ് വരും. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് ഈ കുരങ്ങ് വന്നുകൊണ്ടിരിക്കുന്നത്.
പിന്നെ ആദ്യ കാലത്തൊന്നും കുരങ്ങ് ശല്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഏതെങ്കിലും കാലത്തൊന്നും വന്ന് ജസ്റ്റ് ഒന്നും വന്ന് പോകില്ല. ഇപ്പോൾ കണ്ടമാനം കുരങ്ങായി, പന്നിയായി. പിന്നെ മലയണ്ണാന്ന് വെച്ചാൽ നമ്മൾ കശുവണ്ടിയൊക്കെ നല്ല പച്ച പിഞ്ച് വരെ കടിച്ച് പറിച്ചിട്ടാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓടിച്ചാലും ഇത് പോകില്ല. രാത്രിക്കാണെങ്കിലും മരപ്പട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ വന്ന് കൊക്കോ തിന്നൊന്നും ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, രാവും പകലും അവിടെ കാവൽ നിൽക്കണം. ഇപ്പോൾ അതിനെ പുലി ഇറങ്ങുന്നുണ്ട്, കടുവയുണ്ട്. നമ്മുടെ വീട്ടിൽ 2 പട്ടി ഉണ്ടായിരുന്നു, അതിനെ കടുവ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് പിന്നെ നമ്മളിങ്ങോട്ട് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അതെ, നമ്മുടെ നല്ല ടൗൺ പോലെയല്ല, അവിടെ ചെന്നാൽ എപ്പോഴും കൂളിംഗ് ആണ്, നല്ല തണുത്ത കാലാവസ്ഥ, ജീവിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല, പുറത്തിറങ്ങി നല്ല തണുപ്പ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും, നല്ല സുഖം അവിടെ ജീവിക്കാം. പിന്നെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിട്ട് 2 കൊല്ലത്തോളായി. ആ സ്ട്രോക്ക് വന്നപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പം ചേട്ടനും പേരപ്പനും മോനെ കൂടിയാണ് കോളേജിൽ കൊണ്ടുപോയത്. അപ്പം അവിടെ നിന്ന് ഞാൻ പിന്നെ പോന്നു. അപ്പം അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോകാൻ അമ്മേനെ കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറി. വാടക വീട്ടിൽ മാറി കഴിഞ്ഞപ്പോൾ അച്ഛനൊക്കെ ആയിട്ട് സംസാരിച്ച് അച്ഛൻ വന്ന് വീട് കൊടുക്കാനുണ്ട്, നമുക്ക് നോക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കത്തെ അച്ഛനാണ്. അച്ഛൻ നല്ല സപ്പോർട്ടാണ്, ജനങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് വന്ന് നോക്കാൻ. ഞങ്ങൾ ആദ്യം വന്നിട്ടിപ്പം വീട് വൃത്തിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് ഞങ്ങൾ തന്നെ കണ്ട് പെയിൻ്റൊക്കെ അടിച്ച് അച്ഛനും കുറേ സഹായം ചെയ്തു. പിന്നെ പള്ളിവക കുറേ സഹായങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഉപകാരമായി. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് മാറുന്നത്. അപ്പോൾ അച്ഛന് ഏറ്റവും കൂടുതൽ തന്നെ കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ചെറുപ്പം കാലം തൊട്ടേ കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. അപ്പം അച്ഛൻ്റെ ജീവിതമൊക്കെ ഒരുവിധം മുഴുവൻ അവിടെ ആയിരുന്നല്ലോ. അച്ഛൻ പണിക്ക് പോയിട്ട് ഒരു 10-15 കൊല്ലത്തോളായി പണിക്ക് പോക്കില്ല. വീട്ടിലുള്ള ആദായവും വരുമാനം കൊണ്ട് ജീവിക്കുന്നു. എന്നുവെച്ചാൽ രാവിലെ 5:30 ഏറ്റ് ശാലം ടി വി വെക്കലുണ്ട്. അതൊക്കെ കേട്ട് ചിലപ്പോൾ മൂപ്പര് എപ്പോൾ കണ്ണു തുറക്കുന്നോ അപ്പൊക്കെ ടി വി വെക്കും. ശാലം ടി വിയോ എല്ലാ ചാനലും വെച്ച് കാണും. അത് കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ പറമ്പിൽ കൂടെ നടക്കും, പറമ്പിൽ കാടൊക്കെ വെട്ടി നടക്കും. പിന്നെ ഈ ഫുൾ ടൈം കുരങ്ങനെ ഓടിക്കലാണ്, റെസ്റ്റ് ഇല്ല. നമ്മൾ കൂലിപ്പണിക്കുന്ന പോലെ തന്നെ ഇറ്റങ്ങളെ ഓടിക്കണം. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പറമ്പിൽ പോയ ആദായം എടുക്കുക എന്നതിലുപരി വന്യമൃഗങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ജീവികളെയും ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇവിടെ ഓരോ മലയോര കർഷകന്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പം ഈ കാട്ടുപോത്ത് വന്നാൽ പിന്നെ നമ്മുടെ മേലുള്ള ഷീജ ചേച്ചി, പിന്നെ കുട്ടാപ്പി ചേട്ടൻ, പിന്നെ നമ്മുടെ അയൽക്കാർ കുറച്ച് ആൾ പറഞ്ഞു. അവിടെയുള്ള ഒറ്റ ആരും ടാപ്പിങ്ങിന് പോകുന്നില്ല, പണിക്ക് പോകുന്നില്ല. ജിബി ചേട്ടായി എന്ന് പറഞ്ഞ ചേട്ടായിണ്ട്. ആ ചേട്ടായി ഒരു കർഷകനാണ്. മുപ്പത് റബ്ബർ കുട്ടികളുടെ വരുമാനമുള്ളൂ. അപ്പോൾ അപ്പോൾ വെട്ടാൻ പോക്കില്ല, ഇതിനെ കാട്ടുപോത്തിനെ പേടിച്ചിട്ട് പോക്കില്ല. ഇപ്പം അവർ കണ്ടു, അവർ പടക്കം പൊട്ടിച്ച് ഓടിച്ച് വിടുന്നു. പിന്നെ കൊല്ലാനുള്ള ഓർഡറൊക്കെ വന്നത് ആ പേപ്പറും കാര്യങ്ങളൊക്കെ വന്നാണ്. ഇവർ കൊല്ലൂല, ഇപ്പോൾ ഓടിച്ച് വിട്ടേക്കുവാണ് അതിനെ. പക്ഷെ ഒരു കർഷകൻ കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ല. അതെ, കണ്ണില്ലാത്തപ്പോഴാണ് അതിൻ്റെ വില അറിയാൻ പറ്റുന്നത്. ഇപ്പം അച്ഛൻ പോയപ്പോൾ എല്ലാവർക്കും സങ്കടം. അച്ഛനുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ടി വി വെച്ചിരിക്കും, എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. ചായ വെക്കടി, അത് വെക്കടി, ഇത് വെക്കടി എന്നും പറഞ്ഞ് ടൈമൊക്കെ പോകുമായിരുന്നു. ഞാൻ കൂലിപ്പണി തന്നെയാണ്. ചേട്ടൻ ജോബിഷനോ? അവനും കൂലിപ്പണിയാണ്, കോൺക്രീറ്റിൻ്റെ വർക്കിന്. പിന്നെ അമ്മയ്ക്കും വയ്യ, എനിക്കും വയ്യ, 3 പേരും കാര്യം നോക്കണം. എനിക്ക് പിന്നെ പൊടിയൊന്നും അടിക്കാൻ പറ്റൂല. അക്രമം നടന്ന ശേഷം മന്ത്രിയൊക്കെ ഈ ഭവനം സന്ദർശിക്കുകയുണ്ടായി, പത്രമാധ്യമങ്ങളോട് അറിയുകയുണ്ടായി. മന്ത്രിയൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? കേന്ദ്ര സർക്കാർ നമുക്ക് എന്നാണ് 10 ലക്ഷം രൂപ. കേരള സർക്കാർ നമുക്കൊന്നും തന്നിട്ടില്ല. കേന്ദ്ര സർക്കാരാണ് 10 ലക്ഷം രൂപ നമുക്ക് തന്നിരിക്കുന്നത്. കേരള സർക്കാർ നമുക്കൊന്നുമില്ല. മന്ത്രി ഇവിടെ വന്നു, വനം വകുപ്പ് മന്ത്രി ഇവിടെ വന്ന് സംസാരിച്ച് ഞങ്ങൾക്ക് താൽക്കാലികമായിട്ട് ജോലി തന്നിട്ടുള്ളൂ. ധാരാളമായിട്ട് അത് ഒരാൾക്ക് സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. പിന്നെ അമ്മയ്ക്കുള്ള ചികിത്സാ സഹായങ്ങളും സർക്കാർ ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ കുടുംബത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കുടുംബത്തിൽ വളരെ ദാരിദ്ര്യാവസ്ഥ അല്ലെങ്കിൽ ദാരിദ്ര്യക്ക് താഴെ തന്നെയുള്ളൊരു കുടുംബമാണ്, ഒരു കർഷക കുടുംബമാണ്. എങ്കിലും അവറാഞ്ചേട്ടനെ സ്നേഹത്തോടെ ഇടവക ജനങ്ങളും വികാരി അച്ഛനൊക്കെ ഓർക്കുന്നത് വേറൊരു സംഭവത്തിലാണ്. അവറാഞ്ചേട്ടൻ ഇത്രയേറെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും കക്കയം പള്ളിക്ക് ഒരു പള്ളിമണി ആവശ്യമായി വന്നപ്പോൾ അദ്ദേഹം കൂലിപ്പണിയെടുത്തും അല്ലെങ്കിൽ പറഞ്ഞ കാർഷിക വൃത്തിയിലൂടെ കടന്നു വന്ന സമയത്ത് അദ്ദേഹം ആ പള്ളിക്ക്, കക്കയം പള്ളിക്ക് ഒരു പള്ളിമണി അദ്ദേഹത്തിൻ്റെ പേര് വരെ അതിൽ കൊത്തിവെച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളോട് സംസാരിച്ചപ്പോഴും ഈ പ്രദേശത്തെ ജനങ്ങളോട് സംസാരിച്ചപ്പോഴും മനസ്സിലായത്. എങ്ങനെയാണ് ചാച്ചൻ ആ ഒരു പള്ളിമണി കൊടുക്കണം, നിങ്ങളോടൊക്കെ ആലോചിച്ചിരുന്നോ? അച്ഛൻ ആദ്യം പിന്നെ കൃഷിയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ പള്ളി പെരുന്നാൾ നടത്താനാണ് അച്ഛൻ്റെ ആഗ്രഹം. അപ്പോൾ അത് അച്ഛന് സാധിച്ചില്ല. അങ്ങനെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ പറഞ്ഞു പള്ളിക്ക് മണിയില്ല, നമുക്ക് മണി വാങ്ങാം അവറാഞ്ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ കൂട്ടി, അച്ഛൻ പറഞ്ഞ് പോയി പുറത്ത് പോയി മേടിച്ചുകൊണ്ട് വന്ന് അച്ഛൻ തന്നെ പേരെഴുതിച്ച്. അപ്പോൾ അച്ഛനോട് പപ്പ പറഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് മണിയടിക്കുന്നത് എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. മലയിൽ ഇരുന്നിട്ട് എനിക്ക് മണിയടിക്കുന്നത് കേൾക്കണം എന്ന് പറഞ്ഞു. അതാണ് പള്ളിക്ക് മണി വാങ്ങി കൊടുത്തിരിക്കുന്നത്. അവറാഞ്ചേട്ടൻ്റെ ഈ വേർപാട് ഈ കക്കൈ നിവാസികളെ എല്ലാവരെയും വളരെയേറെ ഉത്കണ്ഠാകുലരാക്കിയിരിക്കുകയാണ്.
ഫലങ്ങൾക്ക് നല്ല വില ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പള്ളിക്ക് മണി മേടിച്ചു തരുവാനൊക്കെ തൻ്റെ അധ്വാന ഫലം മാറ്റിവെക്കുകയുണ്ടായി. ഞാനിവിടെ വന്നപ്പോൾ ഇടവക്കാരെപ്പോഴും അവറാച്ചേട്ടനെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമായിരുന്നു, പള്ളിമണി അവറാച്ചൻ ചേട്ടൻ ദാനമായി നൽകിയതാണ്. പള്ളിമണി പൊട്ടിയ സമയത്ത് പുതിയ പള്ളിമണി മേടിച്ചു തരുവാനായി അവറാച്ചേട്ടൻ താല്പര്യമെടുത്തു. കാരണം അങ്ങ് മലമുകളിൽ ഇവിടുത്തെ കക്കയം പള്ളിയിലെ മണിയടിക്കുന്നത് അവറാച്ചേട്ടന് കേൾക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അവറാച്ചേട്ടൻ ഉദ്ദേശിച്ചിരുന്നത്. കാർഷിക ഫലങ്ങൾക്കൊന്നും വില ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിലാണ്. പള്ളി പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള അനുദിന ജീവിതത്തെ സഹായിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരികയും അദ്ദേഹത്തിൻ്റെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും എന്നെ സമീപിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ രീതിയിൽ വളരെ ഒരു അടുത്ത ആത്മബന്ധം അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ പള്ളിയിൽ വരുവാനും പള്ളിയുമായിട്ട് നല്ല ആത്മബന്ധം പുലർത്തുവാനും അദ്ദേഹം തൻ്റെ അവസാന നാളുകളിൽ ശ്രമിച്ചു. പ്രത്യേകമായിട്ട് 2 ദിവസം മുമ്പാണ് ഇടവകയുടെ വാർഷിക ധ്യാനം സമാപിച്ചത്. അപ്പോൾ അതിലൊക്കെ വന്ന് പങ്കെടുത്ത് നല്ല കുമ്പസാരമൊക്കെ നടത്തി നല്ല ഒരുക്കത്തോടുകൂടി തൻ്റെ അന്ത്യത്തെ സ്വീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എന്താണ് അച്ഛന് ഈ ഭരണകൂടങ്ങളോട് പറയുവാനുള്ളത്? ഇന്ന് കക്കയം പോലെയുള്ള മലയോര നിവാസികൾ വളരെയേറെ ഉത്കണ്ഠയിലും വേദനയിലുമാണ്. കാരണം ജനുവരി 20-ാം തീയതിയാണ് കക്കയം ഡാം സൈറ്റിൽ കാട്ടുപോത്തിൻ്റെ ആക്രമണത്താൽ അവിടെ വന്ന ടൂറിസ്റ്റുകൾ വലിയ ഗുരുതരമായ പരിക്ക് ഏൽക്കപ്പെട്ടത്. അതിനുശേഷം വേണ്ടത്ര സത്വര നടപടികൾ ഗവൺമെൻറ് തലത്തിലോ മറ്റ് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിലോ നടത്തിയില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും ഒരു വലിയ ദുരന്തം ഈ കക്കയത്തിന് നേരിടേണ്ടി വന്നത്. അതിരാവിലെ എഴുന്നേറ്റ് റബ്ബർ വെട്ടി ഉപജീവനം കഴിക്കുന്നവരാണ് കൂടുതൽ ഇവിടെയുള്ള കർഷകരും. അതിരാവിലെ ഉണർന്ന് തങ്ങളുടെ പറമ്പിൽ അല്ലെങ്കിൽ തങ്ങൾ റബ്ബർ വെട്ടുന്ന ഇടങ്ങളിൽ പോകുവാനായിട്ട് അവർക്ക് ധൈര്യം കിട്ടുന്നില്ല. കാരണം എവിടെയാണ് വന്യമൃഗങ്ങൾ, കാട്ടുപോത്തും കാട്ടാനകളും മറ്റ് വന്യമൃഗങ്ങളുമെല്ലാം എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ആക്രമണത്തെ ഭയന്ന് അവർക്ക് തങ്ങളുടെ തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും എല്ലാവർക്കും പേടിയാണ്. കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതുവരെ അത്തരത്തിൽ കാട്ടുപോത്തിനെ കൊല്ലുവാനുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറെ ഞങ്ങളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന വലിയ ഒരു വസ്തുതയാണ്. അവറാച്ചേട്ടനെ ആക്രമിച്ച കാട്ടുപോത്തിനെ മാത്രമല്ല, ഈ കർഷകരെ ഉപദ്രവിക്കുന്ന അവരുടെ കൃഷിയിടങ്ങളിലേക്ക് വരുന്ന എല്ലാ വന്യമൃഗങ്ങളെയും നശിപ്പിക്കുവാനുള്ള നിയമനിർമ്മാണം അടിയന്തരമായി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ കക്കയം നിവാസികളുടെ ആവശ്യം. ഇവിടെ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകർക്കും സുരക്ഷിതത്വം ലഭിക്കണം. ഇന്നത്തെ ഈ നിരാശയിൽ നിന്നും അവരെ കരകയറ്റണം എന്ന് എല്ലാ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളോടും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ സർക്കാരിനോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന എല്ലാ ജീവികളെയും വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ വർഷാവർഷം ഒരു 3 മാസം ഇതിനെ വെടിവെച്ച് വന്നിട്ട് പിന്നെ അതിനോട് നടത്തിയിട്ട് അതിനുള്ള മറ്റു മാർഗങ്ങൾ നോക്കുക. ഇവിടെ കേരളത്തിൽ മാത്രമേ ഇതൊന്നും ഇല്ലാത്തുള്ളൂ. കർണാടക, തമിഴ്നാട്, പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ആയിക്കൊണ്ട് 30% വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനമായി. ഇവിടെ എന്ന് വെച്ചാൽ വെടിവെക്കാൻ സമ്മതിക്കില്ല. ഒരു പേപ്പട്ടി അടിച്ചാൽ പോലും അതിനെ കൊല്ലാൻ സമ്മതിക്കുന്നില്ല. കാലക്രമേണ ജനങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നാണ് ഇവരുടെ നിയമം. ഇവിടെ ചിന്തിക്കുന്ന കാട്ടിൽ ഭക്ഷണം തിന്നാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലെ ഏറ്റവും കൂടുതൽ അവർക്ക് വരുമാനം കിട്ടുന്ന അവരിപ്പോൾ വെക്കുന്നുള്ളൂ. തേക്ക് വരുമാനമുള്ളതാണ്. അത് ഒരു 10 അല്ലെങ്കിൽ 15 കൊല്ലം കഴിയുമ്പോൾ കുറിച്ച് കഴിഞ്ഞാൽ ലേലം പോയി അവർക്കൊരു വരുമാനം. ഈ തേക്ക് വെക്കുന്ന സമയം കൊണ്ട് വല്ല പച്ചക്കറി അല്ല പഴവർഗ്ഗ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് സാധനങ്ങൾ വെച്ചാൽ മൃഗങ്ങൾക്ക് തീറ്റയായല്ലോ. തേക്ക് വെച്ചാൽ അതിൻ്റെ ഇല വന്ന് വലുതായി പിന്നെ ആ ഏരിയ മൊത്തം ചൂടാണ്. അപ്പോൾ വെള്ളം പറ്റിപ്പോവും. തണൽ എത്ര കൂടുതൽ കിട്ടുന്നോ അത്രയും കൂടുതൽ കിട്ടുമ്പോഴാണ് കർഷകനും അതിൽ മെച്ചം കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ട പാലാട്ടിയിൽ അവറാച്ചേട്ടൻ്റെ ശവകുടീരത്തിൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ദുഃഖവും വേദനയും തോന്നുന്നുണ്ട്. ഒരു പാവപ്പെട്ട കർഷകൻ കാട്ടുപോത്തിൻ്റെ ആക്രമണത്താൽ വധിക്കപ്പെട്ടപ്പോൾ ഇവിടെ ഒരുപാട് കോലാഹലങ്ങളും ബഹളങ്ങളും ഉണ്ടായി. ആനയുടെയും പുലിയുടെയും കടുവയുടെയും ഒന്നും ആക്രമണത്തിൽ ഇനിയൊരു മനുഷ്യൻ പോലും വധിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മനുഷ്യനെ വെട്ടിവീഴ്ത്തിയ കാട്ടുപോത്തിനെ അടിയന്തരമായി വെടിവെക്കുക, അതുമാത്രമേ ഇപ്പോൾ ഈ ഒരു കക്കയം നിവാസികൾക്ക് ആവശ്യമായി നിൽക്കുന്നുള്ളൂ. ഇനിയൊരു ദുരന്തം ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ.